കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി എന്താണ് തൗഹീദ് എന്നും ആ തൗഹീദിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നുമെല്ലാമാണ് നമ്മൾ വിശദീകരിച്ചത്. എന്താണ് തൗഹീദു അർ-റുബൂബിയ്യ, എന്താണ് തൗഹീദുൽ ഉലൂഹിയ്യ, എന്താണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്നിങ്ങനെയുള്ള വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു മുസ്ലിം എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചു വെച്ചത്. തൗഹീദിന്റെ നേർ വിപരീതമാണ് ഷിർക്ക് എന്നത്. തൗഹീദിന്റെ നേർ വിപരീതമാണ് ഷിർക്ക്. തൗഹീദുള്ള ഒരടിമക്ക് മാത്രമാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനം ലഭിക്കുക. അല്ലദീന ആമനു വലം, എന്താണ് അതിന് ശേഷമുള്ളത്? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ അല്ലദീന ആമനു, വിശ്വസിച്ചവരായ ആളുകൾ, അതോടൊപ്പം തന്നെ അവരുടെ ഈമാനിൽ യാതൊരു അക്രമവും കലർന്നിട്ടില്ല എന്നാണ്. അവരുടെ ഈമാനിൽ ഒരു അക്രമവും കലർന്നിട്ടില്ല, അത്തരത്തിലുള്ള ആളുകൾ. വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ഒരു അക്രമവും കലർന്നിട്ടില്ല. ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവരാണ് യഥാർത്ഥ ഹിദായത്തിന്റെ ആളുകൾ, അവരാണ് സന്മാർഗം പ്രാപിച്ച ആളുകൾ എന്നാണ്. ഈ ആയത്ത് അവതരിക്കപ്പെട്ട സന്ദർഭത്തിൽ സഹാബാക്കൾ ആകെ പേടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് നബിയോട് പറഞ്ഞു, അല്ല നബിയെ, ദുൽമ ചെയ്യാത്ത, അക്രമം ചെയ്യാത്തവരായ ആരുമില്ല. ഞങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഞങ്ങളുടെ നഫ്സിനോട് അക്രമം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ഈ ആയത്തിൽ ഉൾപ്പെടൂലേ? ഞങ്ങൾ ഹിദായത്ത് ലഭിക്കാത്ത ആളുകളായി ഞങ്ങൾ മാറൂലേ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദുൽമ എന്താണ്, അക്രമം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ നബി ആയത്ത് ഓതി കൊടുത്തത് ഇന്ന ശിർക ലദുൽമുൻ അലീം, ഷിർക്ക് എന്നത് വമ്പിച്ച പാതകമാണെന്നാണ്. ഷിർക്ക് വമ്പിച്ച അക്രമമാണ്, ആ ലുൽമാണ് ആ ആയത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഷിർക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ അവന് നിർഭയത്വം ലഭിക്കും, ജീവിതത്തിൽ സമാധാനമുണ്ടാകും, ജീവിതത്തിൽ സന്തോഷം അവനിലേക്ക് വന്നെത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൗഹീദ് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഷിർക്കിനെ തിരിച്ചറിയുക എന്നതും വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഷിർക്കിനെ തിരിച്ചറിയുക എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. അപ്പൊ തൗഹീദ് 3 ഇനമാണ് എന്ന് പറയുമ്പോൾ ഷിർക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ 3 ഇനത്തിൽ അള്ളാഹുവിനോട് പങ്കു ചേർക്കലാണ്. റുബൂബിയത്തിൽ പങ്കു ചേർക്കുക, ഉലൂഹിയത്തിൽ പങ്കു ചേർക്കുക, അൽ അസ്മാഉ വസ്സിഫാത്തിൽ പങ്കു ചേർക്കുക എന്നാണ്. റുബൂബിയത്തിൽ അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ആണ് ലോകം ഭരിക്കുന്നത്, ലോകം നിയന്ത്രിക്കുന്നത്, ലോകം സൃഷ്ടിക്കുന്നത്, എല്ലാ ആളുകൾക്കും ഉപജീവന മാർഗം നൽകുന്നതും അള്ളാഹുവാണ്. ഈ ഒരു വിശ്വാസത്തിൽ ഒരാൾക്ക് ഷിർക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ വിശ്വസിക്കുകയാണ് ലോകം നിയന്ത്രിക്കുന്നത് അല്ലാത്ത വേറെ സൃഷ്ടികളാണ് എന്നൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഷിർക്കിലകപ്പെട്ടിട്ടുണ്ട്. ഏതിലുള്ള ഷിർക്കാണ്? റുബൂബിയത്തിലുള്ള ഷിർക്കാണ്. അതുകൊണ്ട് ലോകം നിയന്ത്രിക്കുന്നത് അല്ലാത്ത മറ്റു ഇതര സൃഷ്ടികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ റുബൂബിയത്തിൽ അവന് പിഴവുണ്ട്. എന്നാൽ അതേ സന്ദർഭത്തിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു, നേർച്ച വഴിപാടുകൾ അവർക്ക് നേരുന്നു, അവർക്ക് സുജൂദ് ചെയ്യുന്നു, അവരോട് സഹായം അർത്ഥിക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉലൂഹിയത്തിലാണ് എന്ത് ചെയ്യാം? ഷിർക്ക് സംഭവിക്കുക. കാരണം അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടത് എന്ത് ചെയ്തു? അല്ലാത്ത മറ്റുള്ള അടിമകൾക്ക്, സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തു. എന്നാൽ അതേ സമയത്ത് ഒരാൾ വിശ്വസിക്കുകയാണ് എവിടുന്ന് വിളിച്ചാലും ചില ആളുകൾ കേൾക്കും, എവിടുന്ന് വിളിച്ചാലും ചില ആളുകൾ അറിയും, എന്റെ ഹൃദയത്തിലുള്ളത് അറിയും എന്നിങ്ങനൊക്കെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അൽ അസ്മാഉ വസ്സിഫാത്ത്, അള്ളാന്റെ നാമഗുണ വിശേഷണങ്ങളിലാണ് ഷിർക്ക് സംഭവിക്കുക എന്നാണ്. കാരണം എവിടുന്ന് വിളിച്ചാലും കേൾക്കാൻ സാധിക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവാണ് സമീഅ്, അള്ളാഹുവിന്റെ കേൾവിക്കെന്തില്ല, യാതൊരു പരിധിയുമില്ല, എല്ലാത്തിനും എന്ത് ചെയ്യും? അള്ളാഹു കേൾക്കുന്നുള്ളതാണ്. ഏത് ഭാഷയിൽ ഏത് സ്ഥലത്ത് നിന്ന് വിളിച്ചാലും എല്ലാ ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു ആ ഒരു സമയത്ത് കേൾക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി ലോകത്തിന്റെ ഏതറ്റത്ത് നിന്ന് ആളുകൾ അള്ളാഹുവിനെ വിളിച്ചാലും ആ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകാൻ കഴിവുള്ളവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല.
അതോടൊപ്പം തന്നെ ഇന്നല്ലാഹ അലീമുൻ ബിദാതിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് എന്താണോ അതും അറിയുന്നവൻ അല്ലാഹു ആണ് എന്നാണ്. എന്നാൽ ചില ആളുകൾ പറയുന്നത് സൃഷ്ടികളായ മനുഷ്യന്മാർ അവർ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് അറിയുന്ന, അവർ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് അറിയും എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവിടെ ശിർക്ക് സംഭവിക്കുക അൽ അസ്മാഉ വസ്സിഫാത്തിലാണ്. അള്ളാന്റെ നാമഗുണവിശേഷണങ്ങളിലാണ് ശിർക്ക് സംഭവിക്കുക എന്നാണ്. നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള സാധാരണ ജനങ്ങളുടെ വിശ്വാസം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും ഈ മൂന്ന് വിഭജനത്തിൽ ഏതെങ്കിലും ഒന്നിൽ ശിർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രബോധനം ചെയ്യേണ്ടതും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം ചെലവഴിക്കേണ്ടതും തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന വിഷയത്തിലാണ്. അതാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നിന്നെക്കൊണ്ട് ഒരാൾ ഹിദായത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നിനക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്നാണ്. നിന്നിലൂടെ ഒരാൾ തൗഹീദ് മനസ്സിലാക്കി തൗഹീദിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് നിനക്ക് ദുനിയാവും അതിലുള്ള എന്ത് ലഭിക്കുന്നതിനേക്കാളും ഏറ്റവും ഉത്തമം ഒരാൾ തൗഹീദിലേക്ക് വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രബോധനവും നമ്മുടെ ക്ഷണവും എല്ലാം തൗഹീദിലേക്കായി മാറേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രബോധനവും നമ്മുടെ ക്ഷണവും എല്ലാം തൗഹീദിലേക്കാകണം. നമ്മൾ നമ്മുടെ സ്റ്റാറ്റസുകളായി ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാം തൗഹീദുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ അതിലൂടെ ഒരാളെങ്കിലും നമ്മുടെ മെസ്സേജ് കണ്ട് നമ്മൾ അയച്ചു കൊടുത്ത എന്തെങ്കിലും ഒരു സന്ദേശം കണ്ടുകൊണ്ട് അവന് തൗഹീദ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അത് ചിലപ്പോൾ ആഖിറത്തിലേക്ക് മതിയായ ഒരു പ്രവർത്തനമായി മാറുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രയത്നം, അങ്ങനെ ഒരു പണി നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഷിർക്കിനെ കുറിച്ച് പറയുമ്പോൾ ഷിർക്ക് എത്ര തരമുണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത്. ഷിർക്ക് എത്ര രൂപത്തിലുണ്ട്? ഷിർക്കുൻ അക്ബറുമുണ്ട്, ഷിർക്കുൻ അസ്ഗറുമുണ്ട് എന്നാണ്. വലിയ ഷിർക്കുണ്ട്, ചെറിയ ഷിർക്കുമുണ്ട്. വലിയ ഷിർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ ഷിർക്ക് ചെയ്താൽ അവൻ എന്ത് ചെയ്യും? ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകും, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാകും. അതുമാത്രല്ല അവൻ ചെയ്ത എല്ലാ കർമ്മങ്ങളും എന്ത് ചെയ്യും? അള്ളാഹു നിഷ്ഫലമാക്കും. അവൻ ചെയ്ത എല്ലാ കർമ്മങ്ങളും അള്ളാഹു ഒന്നുപോലും ബാക്കി വെക്കാതെ എല്ലാം അള്ളാഹു ധൂളികളാക്കി പറത്തിക്കളയുന്ന, അവൻ ഹജ്ജ് ചെയ്തവനാകട്ടെ, സകാത്ത് കൊടുത്തവനാകട്ടെ, ഇനി എത്രയോ സദഖകൾ കൊടുത്തിട്ടുണ്ട്, എത്രയോ സ്ഥാപനങ്ങൾ അവന്റെ പേരിൽ ഉള്ളതാണെങ്കിൽ പോലും ഒന്നും ചെയ്യൂല, അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു പ്രയോജനവും ഉണ്ടാവൂല എന്ന്. എന്നാൽ അതേ സമയത്ത് ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഷിർക്കാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷിർക്കാണ് എന്ന് പഠിപ്പിക്കുകയും എന്നാൽ വലിയ ഷിർക്കിന്റെ ആ ഒരു സ്ഥാനത്തേക്ക് എത്താതിരിക്കുകയും ചെയ്ത ഷിർക്കിനെയാണ് ചെറിയ ഷിർക്ക് എന്ന് പറയുക. അപ്പൊ ചെറിയ ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവൻ ചെയ്ത അമൽ എന്ത് ചെയ്യും? ഇല്ലാതാകും. അവൻ ചെയ്ത അമല് പൊളിഞ്ഞു പോകും. എല്ലാ അമലുമല്ല, അവൻ ചെയ്ത ഏതെങ്കിലും ഒരു അമലിൽ ഷിർക്കുൻ അസ്ഗർ വന്നിട്ടുണ്ട് എങ്കിൽ ആ അമല് പൊളിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകും. ദീനിൽ നിന്നും എന്ത് ചെയ്യൂല? അവൻ പുറത്തു പോകൂല. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ മശീഅത്ത് അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യും? അവനെ സ്വർഗത്ത് പ്രവേശിപ്പിക്കും. ഇനി അല്ലെങ്കിലോ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നരകത്തിലേക്കും അള്ളാഹു പ്രവേശിപ്പിക്കാം. എന്നാൽ വലിയ ഷിർക്ക് ചെയ്ത ഒരു മനുഷ്യൻ സ്വർഗത്ത് പ്രവേശിക്കുന്ന അവസ്ഥ ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം നരകം ശാശ്വതമാണ് എന്നാണ്. അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? അത്തരത്തിൽ ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നരകം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാണ്. സ്വർഗം ഹറാമാക്കുകയും നരകം നിർബന്ധമാക്കുകയും ചെയ്യപ്പെട്ട വിഭാഗമാണ് അല്ലാത്തവരെ ആരാധിക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഷിർക്ക് രണ്ട് രൂപത്തിലാണ്, ഒന്ന് അക്ബറും മറ്റൊന്ന് അസ്ഗറും. ഇനി ഇതിനെ തന്നെ നമുക്ക് വിഭജിച്ചു കഴിഞ്ഞാൽ ഈ വലിയ ഷിർക്ക് ചെറിയ ഷിർക്ക് തന്നെ എന്ത് ചെയ്യും? വേറൊരു വിഭജനത്തിൽ പറയുകയാണെങ്കിൽ പ്രകടമായ ഷിർക്കും ഗോപ്യമായ ഷിർക്കും. പ്രകടമായ ഷിർക്കിൽ തന്നെ എന്തുണ്ട്? ചെറുതുമുണ്ട് വലുതുമുണ്ട്. പ്രകടമായ ഷിർക്കിൽ തന്നെ ചെറുതുമുണ്ട് വലുതുമുണ്ട്. ഉദാഹരണത്തിന് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുക വലിയ ഷിർക്കാണ്. അത് പ്രകടമല്ലേ? പ്രകടമായ ഷിർക്കാണ്, നമുക്ക് കാണാൻ പറ്റും, പ്രകടമായ ഷിർക്കാണ്. അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, ഇസ്തിഗാസ നടത്തുക, അതും എന്താണ്? പ്രകടമായ വലിയ ഷിർക്കിൽപ്പെട്ടതാണ്. എന്നാൽ പ്രകടമായ ഷിർക്കാണ്, പക്ഷെ വലുതല്ല. അതിനുള്ള ഉദാഹരണമാണ് അള്ളാഹു അല്ലാത്തവരോട് എന്ത് ചെയ്യുക? സത്യം ചെയ്യുക. അള്ളാഹു അല്ലാത്തവരോട് സത്യം ചെയ്യുക. ഉമ്മയാണ് സത്യം, അതല്ലെങ്കിൽ ഉപ്പയാണ് സത്യം
എന്നിങ്ങനെ സത്യം ചെയ്യുക, സൃഷ്ടികളെ വെച്ചുകൊണ്ട് സത്യം ചെയ്യുക ഒരിക്കലും പാടില്ല എന്നാണ്. അത് ചെറിയ ശിർക്കിലാണ് എന്ത് ചെയ്യുക, എത്തുക, ചെറിയ ശിർക്കിലാണ് അതിനെ എണ്ണുക എന്നാണ്. അതുകൊണ്ട് സത്യം ചെയ്യേണ്ടത് അള്ളാഹുവിനോട് മാത്രം. അല്ലല്ലാത്ത ഒരാളോടും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, സത്യം ചെയ്യാൻ പാടില്ല. അതുമാത്രല്ല, സത്യം ചെയ്യുക എന്നുള്ളത് ആവശ്യത്തിനാണ് ചെയ്യേണ്ടത്. ചില ആളുകൾ എന്ത് പറഞ്ഞാലും സത്യം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്ത് ചെയ്യും, സത്യം ചെയ്യും. അത്തരത്തിലുള്ള ആളുകൾ അവർക്ക് സത്യസന്ധത കുറവാണെന്നാണ്. എന്ത് പറഞ്ഞാലും സത്യം ചെയ്യുന്ന ആളുകൾക്ക് സത്യസന്ധത കുറവാണെന്നാണ് തിരിച്ചറിയേണ്ടത്. എന്നാൽ എന്തെങ്കിലും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്, സത്യം ചെയ്യേണ്ടത്. അതല്ലാതെ എല്ലാത്തിനും സത്യം ചെയ്യുക എന്നത് ഒരിക്കലും എന്തല്ല, പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു വിഷയമല്ല. എന്നാൽ അതേ സമയത്ത് ഗോപ്യമായ ശിർക്കുണ്ട്, പ്രകടമല്ല പക്ഷെ ഗോപ്യമായതാണ്. എന്നാൽ ഗോപ്യമായതിലും എന്തുണ്ട്, വലിയ ശിർക്കുണ്ട്, ചെറിയ ശിർക്കുണ്ട്. അതിൽ വലിയ ശിർക്കിന് ഉദാഹരണമാണ് മുനാഫിഖീങ്ങളുടെ ഷിർക്ക് എന്നുള്ളത്, മുനാഫിക്കീങ്ങളുടെ കുഫർ. മുനാഫിക്കീങ്ങൾ ചെയ്തത് പുറമെ കാണാൻ പറ്റുമോ? ഇല്ല. ഉള്ളിൽ എന്ത് ചെയ്തു, പുറമെ ഇസ്ലാം പ്രകടിപ്പിക്കുകയും ഉള്ളിൽ എന്തായിരുന്നു, കുഫറായിരുന്നു എന്നാണ്. ഉള്ളിൽ കുഫറായിരുന്നു. അപ്പൊ മുനാഫിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിമീങ്ങളല്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിഞ്ഞിട്ടില്ല. നബി തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്, വഹി ഇറക്കുമ്പോഴാണ്. വഹി ഇറക്കി കൊടുത്തപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവരെന്തല്ല, മുസ്ലിമീങ്ങളല്ല. അപ്പൊ മുനാഫിക്കീങ്ങൾക്ക് സംഭവിച്ച ഷിർക്ക് എന്നത് അത് ഗോപ്യമായ വലിയ ഷിർക്കാണ്. മുനാഫിഖീങ്ങളെ കുറിച്ച് അവർ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും മുനാഫിഖീങ്ങൾ ഉണ്ടാവുക. അപ്പൊ മുനാഫിഖീങ്ങളുടെ ഷിർക്ക് ഗോപ്യമായതാണ്, എന്നാൽ അതോടൊപ്പം തന്നെ വലിയ ഷിർക്കുമാണ്. എന്നാൽ ചെറിയ ഷിർക്ക്, ഗോപ്യമായ ചെറിയ ഷിർക്കിനുള്ള ഉദാഹരണം എന്താ പറയാ, ഗോപ്യമായതാണ് എന്നാൽ ചെറിയ ഷിർക്കാണ്. ഗോപ്യമായ ചെറിയ ശിർക്ക്, അങ്ങനെ ആളുകൾക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റൂല. അതിന്റെ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? പ്രകടനപരത, റിയാ, അതായത് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ചില കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ റിയാ എന്നത് ചെറിയ ശിർക്കിലാണ് പെടുക. അതോടൊപ്പം തന്നെ അതെന്താണ്, അത് ഗോപ്യമായതാണ്, അത് ഖഫിയാണ്, ആർക്കും എന്ത് ചെയ്യാൻ പറ്റൂല, നമ്മുടെ ഉള്ളിലുള്ളതല്ലേ, പുറത്തും ചെയ്യാൻ പറ്റൂല, കാണാൻ പറ്റൂല. അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞത്, നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും, നിസ്കാരത്തെ അവൻ മോടി കൂട്ടുന്നാണ്. നിസ്കാരത്തെ എന്ത് ചെയ്യും, കുറച്ചും കൂടി അലങ്കരിക്കും, നിസ്കാരത്തിന് കുറച്ചും കൂടി ഭംഗി അവൻ ഉണ്ടാക്കി കൊടുക്കും. അതൊരിക്കലും പാടില്ല. അത് ഷിർക്കുൻ അസ്ഗറിലാണ് എന്ത് ചെയ്യാം, ഉൾപ്പെടാന്ന്. അപ്പൊ ഇതാണ് ഷിർക്കിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഏറ്റവും ഗൗരവത്തിൽ രണ്ട് ഷിർക്കിനെയും എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. പലപ്പോഴും തൗഹീദുള്ള ആളുകൾ എനിക്ക് ഷിർക്ക് സംഭവിക്കാറില്ല എന്ന് വിചാരിക്കാറുണ്ട്. എന്നാൽ തൗഹീദുള്ള ആളുകളിൽ പോലും സംഭവിക്കുന്ന ഷിർക്കാണ് ഏത്, ചെറിയ ഷിർക്ക് എന്നത്. പല ചെറിയ ഷിർക്കിലും തൗഹീദുള്ള ആളുകൾ പോലും അകപ്പെടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വാക്കുകളിൽ വരുന്ന ചില ഷിർക്കുകളുണ്ട്. നമ്മുടെ വാക്കുകൾ മൂലം വരുന്ന, നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് എന്നാൽ നമ്മൾ അത്ര ഗൗരവം കൽപ്പിക്കാത്ത ചില വാക്കുകൾ, എന്നാൽ അതിൽ എന്തടങ്ങിയിട്ടുണ്ട്, ഷിർക്കുൻ അസ്ഗർ ഉണ്ട് എന്നാണ്, ചെറിയ ഷിർക്ക് ഉണ്ട് എന്നാണ്. അതേപോലെ തന്നെ റിയാ എന്നത് പ്രകടനപരത, ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ആലോചിക്കാറുള്ളത്, ഞാനൊന്നും അങ്ങനെ ചെയ്യണില്ലല്ലോ, എന്റെ അടുക്കലിൽ നിന്ന് അങ്ങനെ ഒരു പ്രവർത്തനം തന്നെ ഉണ്ടാകുന്നില്ല എന്നാണ് ആലോചിക്കാറുള്ളത്. എന്നാൽ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിന്റെ ആഴത്തിലേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന സ്വാലിഹായ സൽക്കർമ്മങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ എന്തുണ്ട്, സാധ്യത കൂടുതലാണ് എന്നാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നത്, ബഹ്റുൻ ലാ സാഹില ലഹു എന്നാണ്. തീരമില്ലാത്ത കടല് പോലെയാണ് റിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രകടനപരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഓരോ കർമ്മവും നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. ഒരാളുടെ കയ്യടിയോ ഒരാളുടെ നന്ദി വാചകമോ അതല്ലെങ്കിൽ ഒരാളുടെ പ്രശംസനമോ അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു നേരിയ രൂപത്തിൽ ഒരാൾ നമ്മളെ പ്രശംസിക്കണം എന്ന് ആഗ്രഹിച്ചാലോ അവിടെ എന്ത് വന്നു, റിയാ കടന്നു വന്നു എന്നാണ്. റിയാ കടന്നു വന്നു, അവന്റെ അമൽ ബാത്തിലാണ്, അവന്റെ അമൽ ബാത്തിലാണ്. അതാണ് ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ഇവൻ പറയുന്നതാണ്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് അള്ളാഹു പറയാം, നീ എനിക്ക് വേണ്ടിയിട്ടല്ല ചെയ്തത്, നീ മറ്റു ചില ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്, അവർ കണ്ടിട്ടുണ്ട്,
അവർ നിനക്ക് പ്രോത്സാഹനം അർപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് ഇന്നെന്തില്ല, ഇവിടെ നിനക്ക് യാതൊന്നുമില്ല എന്ന് അള്ളാഹു പറയുന്നു. അതുകൊണ്ട് തൗഹീദുള്ളവരായ ആളുകൾ മനസ്സിലാക്കേണ്ടത്, ചെറിയ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഷിർക്കും വസായിലു ഷിർക്കും, ഷിർക്കിലേക്ക് എത്തിക്കുന്ന ചില മാർഗങ്ങളുമുണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസം കൂടി എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അതായത് ഷിർക്കിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങൾ അനവധിയാണ്. ഷിർക്കിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങൾ ഒരുപാടുണ്ട്. ഷിർക്കിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങളെ പോലും ആര് തടഞ്ഞിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടഞ്ഞിട്ടുണ്ട് എന്നാണ്. അതായത് ഷിർക്ക് ചെയ്യണ്ട എന്ന് പറയുന്നതോടൊപ്പം ഷിർക്കിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങൾ കൂടി എന്ത് ചെയ്തു? ഇസ്ലാം തടുത്തു നിർത്തി. അതും ചെയ്യാൻ പാടില്ല എന്നാണ്. അതിന്റെ ഭാഗമാണ് ഖബർ കെട്ടിപ്പൊക്കുക എന്നുള്ളത്. ഖബർ കെട്ടിപ്പൊക്കുക എന്നുള്ളത് ഷിർക്കാണോന്ന് ചോദിച്ചാൽ ഷിർക്കാണോ? ഖബർ കെട്ടിപ്പൊക്കൽ ഷിർക്കാണോ? അല്ല. സമസ്തക്കാര് കാര്യമായി നമ്മൾ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ത്? ഖബർ കെട്ടിപ്പൊക്കുക എന്നുള്ളത് ഷിർക്കാണ്. ഖബർ കെട്ടിപ്പൊക്കൽ ഷിർക്കല്ല, പക്ഷെ എന്താണ്? വസീലത്തും മിൻ വസായിലി ഷിർക്കി, ഷിർക്കിലേക്ക് എത്തിക്കുന്ന ഒരു മാർഗാണ്. ഖബർ കെട്ടിപ്പൊക്കി എന്തുണ്ടാകുക? ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ആളുകളൊക്കെ അവിടെ വരും. എന്നിട്ട് അതിനെന്ത് ചെയ്യും? പൈസ ഇടുകയും സുജൂദുകൾ അർപ്പിക്കുകയും അവരുടെ വേവലാദികൾ പറയുകയും അവരുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ പറയുന്ന ഖബറാളികളോട് വന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഖബർ കെട്ടിപ്പൊക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷിർക്കിലേക്ക് എത്തിക്കുന്ന മാർഗമാണെന്നാണ്. അത് ഷിർക്കിലേക്ക് എത്തിക്കുന്ന മാർഗമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഷിർക്കിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് തവസ്സുൽ ചെയ്യുന്ന ആളുകൾ, അതും എന്തിലേക്ക് എത്തിക്കുന്നതാണ്? ഷിർക്കിലേക്ക് എത്തിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ഔലിയായിനെ വെച്ച് ഇന്ന ഔലിയായിന്റെ ഹക്ക്, ഇന്ന ഔലിയായിന്റെ ജാ, ഇന്ന ഔലിയായിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബെ എന്റെ ഇന്ന കാര്യം വീട്ടിത്തരണേ. തേടുന്നത് ആരോട് തന്നെയാണ്? അള്ളാഹുവിനോട് തന്നെയാണ്. പക്ഷെ ആരെ ഇടയാളനാക്കുന്നുണ്ട്? ഏതെങ്കിലും ഒരു വലിയനെയോ ഒരു സാലിഹായ മനുഷ്യനെയോ ഇടയാളനാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനോട് തേടുന്നു. അതും എന്ത് ചെയ്യും? ഷിർക്കിലേക്ക് എത്തിക്കുന്ന. അതെങ്ങനെയാ ഷിർക്കിലേക്ക് എത്തിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹ് എന്ത് ചെയ്യും? ഉത്തരം കൊടുക്കും. അവസാനം തോന്നും ഇയാളോട് തന്നെ എന്ത് ചെയ്താൽ മതി, പ്രാർത്ഥിച്ചാൽ മതി എന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ടാകും. അതിലേക്ക് എന്ത് ചെയ്യും? എത്തുന്ന. അപ്പൊ ഷിർക്കിന്റെ മാർഗങ്ങൾ അനവധി നിരവധി ഉണ്ട്. അപ്പൊ ഷിർക്കിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങളെ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഏറ്റവും കൂടുതൽ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ കിതാബിന്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. കിതാബു തൗഹീദ് എന്ന ഹെഡിംഗ് ആണ് നമ്മൾ ഇതുവരെയായി വിശദീകരിച്ചത്. ഇവിടെ 1-ാമത്തെ അധ്യായത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഏകദേശം 5 ആയത്തുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 5 ആയത്തുകൾ. ഇൻഷാ അല്ലാഹ് ഈ ആയത്തുകൾ നമ്മൾ വിശദീകരിക്കും. അതോടൊപ്പം തന്നെ ഈ ആയത്തുകൾ പഠിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം? പഠിക്കണം. കാണാതെ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. അതായത് തൗഹീദ് പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുന്നതിനപ്പുറം അള്ളാഹുവിന്റെയും റസൂലിന്റെയും വാക്കുകളാണ് എന്ത് ചെയ്യേണ്ടത്? ഉപയോഗിക്കേണ്ടത്. ഖുർആനിൽ ആയത്ത് പറഞ്ഞു കൊടുക്കണം, ഹദീസ് വിശദീകരിച്ചു കൊടുക്കണം. അങ്ങനെ തൗഹീദ് പറയുമ്പോൾ ആളുകൾക്ക് എന്തുണ്ടാകും? സ്വാധീനം ഉണ്ടാകും. ആളുകൾ മനസ്സിലാക്കും ഇതിലെന്തുണ്ട്? ഒരു യാഥാർത്ഥ്യം ഉണ്ട്, വെറുതെ പറയുന്നതല്ല, ആയത്ത് ഓതിയിട്ടാണ് പറയുന്നുള്ളത്, ഹദീസ് പാരായണം ചെയ്യുന്നുണ്ട്, ഹദീസ് പറഞ്ഞു തരുന്നുണ്ട്, അതുകൊണ്ട് ഇതിലൊരു സത്യമുണ്ട് എന്നവർ മനസ്സിലാക്കും. കിതാബ് തൗഹീദ് പഠിച്ചതിലൂടെ, പഠനത്തിലൂടെ ഒരുപാട് സമൂഹം എന്ത് ചെയ്തിട്ടുണ്ട്? തൗഹീദിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ആമുഖത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ചില ചരിത്ര സംഭവങ്ങൾ. കിതാബ് തൗഹീദിലൂടെ തൗഹീദിലേക്ക് എത്തിയ ഉലമാക്കളുടെ കഥകൾ നമ്മൾ സൂചിപ്പിച്ചു പോയിരുന്നു. 1-ാമത്തെ ആയത്ത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്താണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, വമാ ഖലഖതു, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, അൽ ജിന്ന വൽ ഇൻസ, ജിന്നിനെയും മനുഷ്യനെയും, ഇല്ലാ ലിയഅബുദൂൻ, എന്തിനു വേണ്ടിയല്ലാതെ? ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. ആരെ? എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ജിന്നിനെയും മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു വിവരിക്കുന്നത് സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്? ഇബാദത്തുകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? എളുപ്പമാകും. പലപ്പോഴും നമുക്ക് ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതല്ലെങ്കിൽ ലക്ഷ്യങ്ങളെ ലക്ഷ്യങ്ങളായി കാണുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ
നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ഇതൊക്കെ നമുക്ക് വലിയ പ്രശ്നമായി തോന്നുന്നതിനുള്ള കാരണം, ഇതൊക്കെ വലിയ നൂലാമാലകളായി നമുക്ക് അനുഭവപ്പെടാറുള്ള കാരണം ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല. ജീവിതത്തിന്റെ ലക്ഷ്യം ഇബാദത്താണ് എന്ന് ആവർത്തിച്ച് ഉത്തരം പറയുന്ന ആളുകളുടെ മനസ്സിൽ പോലും എന്ത് ചെയ്തിട്ടില്ല, ഇബാദത്താണ് എന്റെ ജീവിതത്തിലെ ലക്ഷ്യം, അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന ഒരു ഉറച്ച ബോധ്യം പല ആളുകളുടെയും ഹൃദയത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബാദത്താണ് എന്നെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടായാലും അതെന്തല്ല, ഒരു പ്രയാസമല്ല. മറിച്ച് എന്താണ് അവന് പ്രയാസമായി തോന്നുക, ഇബാദത്തിന് മുടക്കം വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, പ്രയാസമായി കാണും. അതല്ലാതെ കുടുംബത്തിലോ സ്വന്തം നഫ്സിനോ അതുമല്ല സമൂഹത്തിനോ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പോലും അവിടെ അവനെ സംബന്ധിച്ചിടത്തോളം, ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശ്നമായി അനുഭവപ്പെടുക അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള ബന്ധത്തിന് എന്തെങ്കിലും വിള്ളൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അവൻ പരിശോധിക്കുക. അതുകൊണ്ട് ഇബാദത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ അള്ളാഹു പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ടതും പ്രയാസപ്പെടേണ്ടതും ആ ഇബാദത്തിൽ കുറവ് വരുമ്പോഴാണ്. അതല്ലാത്ത എന്ത് ജീവിതത്തിൽ കുറവ് സംഭവിച്ചാലും അതൊന്നും ഒരു കുറവായിട്ട് നമ്മൾ കാണേണ്ടതേ ഇല്ല എന്നാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മോട് എന്ത് ചെയ്യൂല, ദുനിയാവിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് ഒരു ചോദ്യം പോലും നമ്മൾ ചോദിക്കപ്പെടൂല എന്നാണ്. മറിച്ച് എന്തിനെ കുറിച്ചാണ് ചോദ്യം ചെയ്യപ്പെടുക, നമ്മുടെ അമലുകളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ആ അമലിൽ ഒരു അണുമണി തൂക്കം അമലാണ് കുറഞ്ഞു പോകുന്നതെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, അമിതമായി വിഷമിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്ന. വമാ ഖലഖതുൽ ജിന്ന, ജിന്നിനെ നാം സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ ജിന്ന് എന്നത് ജീമും നൂനും ചേർന്ന ഒരു പദമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ച, അതല്ലെങ്കിൽ ഒരുപാട് വാദപ്രതിവാദങ്ങൾക്കും അങ്ങനെ ചർച്ചകൾ നീണ്ടു നിന്നൊരു വിഷയമാണ് ജിന്ന് എന്ന് പറയുന്ന വിഷയം. അതുകൊണ്ട് ജീമ് നൂന് എന്നതുകൊണ്ട് അറബിയിൽ ജീമും നൂനും കൊണ്ട് ഉണ്ടാക്കപ്പെട്ട പദങ്ങളെല്ലാം അത് വേറിട്ട് നിൽക്കുന്ന ഒരു പദമാണ്, വേറിട്ട് നിൽക്കുന്ന ഒരു പദമാണ് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കാണാൻ പറ്റൂല. അതോടൊപ്പം തന്നെ അതൊരു ഗോപ്യമായ പദങ്ങളായിരിക്കുന്ന ജീമും നൂനും കൊണ്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ജന്നത്ത്, സ്വർഗം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, സ്വർഗം നമ്മൾ കണ്ടിട്ടില്ല. ജിന്ന് നമ്മൾ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ പൂന്തോട്ടത്തിനെയും എന്ത് പറയും, ജന്നത്ത് എന്ന് പറയും. പൂന്തോട്ടങ്ങൾ എങ്ങനെയാണ്, ഒരുപാട് വൃക്ഷങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ പൂന്തോട്ടം എന്ന് വിളിക്കപ്പെടാനുള്ള കാരണം തന്നെ എന്താണ്, ഒരുപാട് വൃക്ഷങ്ങളാൽ മൂടപ്പെട്ടുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. അതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നാണ്. അതുകൊണ്ട് ജീമും നൂനും കൊണ്ട് ആരംഭിക്കുന്ന അറബിയിലെ അക്ഷരങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, വാക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഗോപ്യമായ ചില അർത്ഥങ്ങൾ ഉണ്ടാവും. അപ്പൊ ജിന്നുകളെ കുറിച്ചാണ് അള്ളാഹു ആദ്യം ഈ ആയത്തിൽ പ്രതിപാദിച്ചത്. വമാ ഖലഖതുൽ ജിന്ന, ജിന്നിനെ നാം സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. എന്നിട്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത്. അതായത് ഇവിടെ ആദ്യം ജിന്നിനെ പ്രതിപാദിക്കാനുള്ള കാരണം അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് ആരെയാണ്, ജിന്നിനെയാണ്. അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് ജിന്നിനെയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ജിന്നിനെ പ്രതിപാദിച്ചത് എന്നാണ്. എന്നിട്ട് രണ്ടാമതാണ് എന്ത് ചെയ്തത്, മനുഷ്യനെ സൃഷ്ടിച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ. ഈ ഇൻസ് എന്നത് ഉൻസ് എന്ന പദത്തിൽ നിന്നുണ്ടായതാണ്. അതായത് മനുഷ്യൻ എപ്പോഴും അവന്റെ കൂടെ ഒരാൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ആര്, മനുഷ്യൻ. ഏകാന്തതയെ എന്ത് ചെയ്യൂല, മനുഷ്യൻ ഇഷ്ടപ്പെടൂല. അതുകൊണ്ടാണ് ഇൻസാൻ എന്ന പേരെന്ത് ചെയ്തത്, മനുഷ്യന് വന്നത് എന്നാണ്. ഇണക്കത്തോടെ ഇണങ്ങിക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് മനുഷ്യൻ. അപ്പൊ അതിൽ നിന്നാണ് ഉൻസ് എന്ന ഇണക്കമെന്ന അർത്ഥം വരുന്ന വാചകത്തിൽ നിന്നാണ് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ, ഇൻസ് എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ഇല്ലാ ലിയഅ്ബുദൂൻ, ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന ആയത്തിനെ വിശദീകരിച്ചത് ഇല്ലാ ലിയുവഹിദൂൻ എന്നാണ്. അതായത് വിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാം ഇബാദത്ത് എന്ന പദം വന്നിട്ടുണ്ടോ അതിന്റെ എല്ലാം അർത്ഥം തൗഹീദാണ്. എവിടെയെല്ലാം ഇബാദത്ത് എന്ന അർത്ഥം വന്നിട്ടുണ്ടോ അതിന്റെ എല്ലാം അർത്ഥം തൗഹീദാണ് എന്നാണ്. അതായത് ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ മാത്രം ചെയ്യണം, ആരാധിക്കണം എന്നാണ് അർത്ഥം കിട്ടുക. അതല്ലാതെ അള്ളാഹനെ ആരാധിക്കണം എന്നല്ല അർത്ഥം, അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. കാരണം ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ ആരാധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഏകനാക്കണം എന്നാണ്.
ഇബാദത്ത് എന്ന പദം വിശുദ്ധ ഖുർആൻ എവിടെയെല്ലാം വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഉദ്ദേശം അള്ളാഹുവിന് മാത്രമായി സമർപ്പിക്കുക, അള്ളാഹുവിനെ ഏകനാക്കുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന ലക്ഷ്യം. ഇനി എന്താണ് ഇബാദത്ത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഇബാദത്ത്? ഇബാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് കീഴൊതുങ്ങലാണ്. അള്ളാഹുവിന് പൂർണ്ണമായും അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിന് സ്നേഹത്തോടുകൂടി അവന്റെ മുന്നിൽ കീഴൊതുങ്ങുന്നതിനെയാണ് ഇബാദത്ത് എന്ന് ഭാഷാപരമായി പറയാം. എന്നാൽ ഇബാദത്തിന്റെ ദീനിലുള്ള അർത്ഥം ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർദാഹു മിനൽ അഖ്വാലി വൽ അഅമാലിൽ ളാഹിറതി വൽ ബാത്തിന. ഇസ്മുൻ ജാമിഉൻ ഒരു സമഗ്രമായ നാമമാണ്, ഒരു സമഗ്രമായ നാമമാണ്. ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർദാ, അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അള്ളാഹു തൃപ്തിപ്പെടുന്നതുമെല്ലാം എന്താണ്? ഇബാദത്താണ്. അള്ളാഹ് ഇഷ്ടപ്പെടണം, അള്ളാഹ് തൃപ്തിപ്പെടണം. നിസ്കാരം അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, സക്കാത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, അറിവിന്റെ സദസ്സ് അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, അറിവ് നേടുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇബാദത്താണ്. അതെല്ലാം ഇബാദത്താണ്. മിനൽ അഖ്വാൽ, അത് സംസാരങ്ങളായിരിക്കാം. സംസാരം കൊണ്ടുള്ള ഇബാദത്തിന് ഉദാഹരണം എന്താ? സംസാരം കൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകൾ ദിക്റുകളാണ്. ദിക്റുകൾ അതിനുള്ള ഉദാഹരണമാണ്. വൽ അഅമാൽ അല്ലാഹിറ വൽ ബാത്തിന. എന്നിട്ട് പറയാൻ അമലുകൾ. എങ്ങനെയുള്ള അമലുകൾ? ലാഹിറ, പ്രകടമായ അമലുകളാണ്. പ്രകടമായ അമലുകളാണ് നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ പ്രകടമായ അമലുകളാണ്. എന്നാൽ പരോക്ഷമായ അമലോ? പുറത്ത് കാണാൻ പറ്റൂല, ഉള്ളിൽ നമ്മൾ നിർവഹിക്കുന്ന അമലുകൾ. അതിന് ഉദാഹരണം എന്താ? നിസ്കാരം പുറമെ കാണുന്നതാണ്, നോമ്പും പുറമെ കാണും. നോമ്പൊക്കെ പുറമെയുള്ള ഇബാദത്തുകളാണ്. ഒരുപാട് ഇബാദത്തുണ്ട്. അതായത് പണ്ഡിതന്മാര് പറയാം, നമ്മൾ പുറമെ ചെയ്യുന്ന ഇബാദത്തുകളെക്കാളും ഉത്തമം ഉള്ളിൽ ചെയ്യുന്ന ഇബാദത്തുകളാണെന്നാണ്. നല്ല നിയ്യത്തുകൾ. നല്ല നിയ്യത്ത് ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. നല്ല നിയ്യത്തുകൾ എന്നത് ഉള്ളിൽ നടക്കുന്ന ഇബാദത്താണ്. മഹബത്ത്, അള്ളാനെ സ്നേഹിക്കുക എന്നുള്ളത് പുറത്തല്ലല്ലോ. സ്നേഹത്തിന്റെ പ്രകടമായ രൂപമാണ് പുറത്ത്. അപ്പൊ പ്രകടതയിലേക്ക് മാറും. എന്നാ സ്നേഹം എന്നത് ഉള്ളിലുള്ളതാണ്. അപ്പൊ സ്നേഹിക്കുക. തവക്കുൽ, അള്ളാഹുവിനെ ബരമേൽപ്പിക്കുക എന്നുള്ളത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. തഖ്വ, അത് ഉള്ളിലുള്ളതാണ്. ഇനാബത്ത്, റജാ, പ്രതീക്ഷ, അള്ളാഹിനെ പ്രതീക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇബാദത്താണ്. വലിയ ഇബാദത്താണ്. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാതെ നിരാശനായി ജീവിക്കുക എന്നുള്ളത് കാഫിര്യങ്ങളുടെ അടയാളാണെന്നാണ്. ഒരാൾ വിചാരിക്കുകയാണ് വലിയ തിന്മ ചെയ്തു, തിന്മ ചെയ്ത് ഏറ്റവും വലിയ തിന്മയുടെ അറ്റത്തെത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ അവൻ വിചാരിക്കണം അള്ളാഹ് എനിക്ക് പുറത്തു തരൂല. പണ്ഡിതന്മാര് പറയുന്നത് അവൻ ചെയ്ത തിന്മയെക്കാളും വലിയ തിന്മയാണെന്ത്? അള്ളാഹു പുറത്തു തരൂല എന്ന അവന്റെ വിശ്വാസമാണെന്നാണ്. അതുകൊണ്ട് പ്രതീക്ഷ എന്നത് ഇബാദത്താണ്. അങ്ങനെ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇബാദത്തുകളുണ്ട്. മഹബത്ത്, ഖൗഫ്, റജാ, അള്ളാഹിനെ ഭയപ്പെടുക എന്നുള്ളതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഇബാദത്തുകളാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ആ നിസ്കാരം പ്രകടമായിട്ടുള്ള ഇബാദത്താണ്. എന്നാൽ അതോടൊപ്പം കൂടിച്ചേരേണ്ട ഉള്ളിലുള്ള ഒരുപാട് ഇബാദത്തുകളുണ്ട്. നമുക്ക് മഹബത്ത് ഉണ്ടാകണം ആ നിസ്കാരം നിസ്കരിക്കുന്ന സമയത്ത്, പേടി ഉണ്ടാകണം, പ്രതീക്ഷ ഉണ്ടാകണം, അള്ളാഹു ഇത് സ്വീകരിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടാകണം. അങ്ങനെ ഇബാദത്ത് ചെയ്യുമ്പോഴാണ് ആ ഇബാദത്തിന് നമുക്ക് മാധുര്യം ലഭിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഏത് പ്രകടമായ ഇബാദത്തുകൾ പരിശോധിച്ചാലും ആ പ്രകടമായ ഇബാദത്തുകൾക്ക് അതിൻ്റെതായ മാധുര്യം ലഭിക്കണമെങ്കിൽ പരോക്ഷമായ ഒരുപാട് ഇബാദത്തുകൾ എന്ത് ചെയ്യണം? അതിലേക്ക് കൂടിച്ചേർന്ന് വരണം എന്നുള്ളതാണ്. ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് കാര്യങ്ങളാണ്. മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അതായത് ഒരു പക്ഷിക്ക് ആ പക്ഷിയുടെ 2 ചിറകുകളും അതിന്റെ തലയും പ്രധാനപ്പെട്ട അവയവങ്ങളാണ്. അതേപോലെയാണ് ഇബാദത്തിന് 3 കാര്യങ്ങളുണ്ട് എന്നാണ്. ഇബാദത്തിന്റെ അർക്കാനുകൾ 3 എണ്ണാണ്. ഈ 3 എണ്ണത്തിലാണ് ഇബാദത്ത് എന്ത് ചെയ്യുന്നത്? നിലകൊള്ളുന്നത്. അതിൽ ഒന്നാമത്തേതാണ് മഹബത്ത്. നമ്മൾ ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ അതിനോട് എന്ത് ചെയ്യണം? അതിയായ സ്നേഹം വേണം. രണ്ടാമത്തേതോ റജാ, പ്രതീക്ഷ വേണം. ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷ ഉണ്ടാകണം, അള്ളാഹ് എൻ്റെ അടുക്കൽ നിന്ന് സ്വീകരിക്കുമെന്ന പ്രതീക്ഷ. മൂന്നാമത്തേത് ഖൗഫ് ഉണ്ടാകണം, അള്ളാഹു സ്വീകരിക്കാതിരിക്കുമോ എന്ന ഒരു പേടിയും നമുക്കുണ്ടാകണം. അപ്പൊ ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെയാണ് ഏത്? പ്രതീക്ഷയും ഭയവും. പ്രതീക്ഷയും ഭയവും. എന്നാൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഏതാ? മഹബത്താണ് എന്നാണ്. മഹബത്ത് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷിയുടെ തല പോയതുപോലെയാണ്. മഹബത്ത് ഒരു പക്ഷിയുടെ തലക്ക് തുല്യാണ് എന്നാണ്. അതുകൊണ്ട് ഇബാദത്തിൽ ചുഴിഞ്ഞു നിൽക്കേണ്ടത്
മഹബത്തായിരിക്കണം, സ്നേഹമായിരിക്കണം എന്നാണ്. നമ്മൾ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിനോടുള്ള അതിയായ സ്നേഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതോടൊപ്പം ഹൗഫും ഉണ്ടാകണം, റജാവും ഉണ്ടാകണം. ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല. ഒരാൾക്ക് പേടി കൂടുതലാകാൻ അത് പ്രശ്നമാണ്. അതേ സമയത്ത് പ്രതീക്ഷ കൂടുതലാണ്, അതും പ്രശ്നമാണ്. പേടി കൂടുതലായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? ഓനൊരു തിന്മ ചെയ്തു എന്ന് വിചാരിക്കാം. ഓനക്ക് അള്ളാഹിനോട് അങ്ങേയറ്റത്തെ പേടിയാണെങ്കിലോ അള്ളാഹു പുറത്തു തരൂല എന്നാണ് എന്ത് ചെയ്യാം ഓൻ വിചാരിക്കാം. എന്നാ പ്രതീക്ഷ കൂടുതലാണെങ്കിലോ എന്തും ചെയ്യാം, കുറച്ചേണ്ട് എന്ത് ചെയ്താൽ മതി, തൗബ ചെയ്താൽ മതി, ഇതിനും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും. അപ്പൊ പ്രതീക്ഷ കൂടാനും പാടില്ല, ഭയവും കൂടാൻ പാടില്ല. രണ്ടും എന്ത് ചെയ്യണം, സന്തുലിതമായ ഒരു അവസ്ഥയിൽ പോകണം എന്നാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടതോ മഹബത്താണ്, ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് സ്നേഹമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇസ്ലാം സ്നേഹത്തിനാണ് പ്രോത്സാഹനം നൽകുന്നത്. അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹം നമുക്കുണ്ടാകണം. എന്നാൽ ഇതേ ഒരു വിഷയം, ഇബാദത്തിന്റെ വിഷയത്തിൽ ഈ മൂന്ന് കാര്യം വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾക്ക് തിന്മ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അവൻ എന്ത് വർദ്ധിക്കണം? ഖൗഫ് വർദ്ധിക്കണം എന്നാണ്. ഒരാൾക്ക് തിന്മ ചെയ്യാൻ അവന്റെ മനസ്സിങ്ങനെ തിന്മയെ പ്രേരിപ്പിക്കാൻ, ആ സമയത്ത് അവൻ എന്ത് ചെയ്യണം? ഖൗഫ് കൂടുതൽ ഉണ്ടാകണം എന്നാണ്. എന്നാൽ അതേ സമയത്ത് ഒരു അടിമക്ക് തിന്മ ചെയ്തു കഴിഞ്ഞു, വലിയ തിന്മയാണ് ചെയ്തത്, അങ്ങനെയാണെങ്കിൽ അവൻ ഏതാണ് കൂടുതലാകേണ്ടത്? പ്രതീക്ഷയാണ് കൂടുതലാകേണ്ടത്. അപ്പൊ നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് മുമ്പ് അങ്ങേയറ്റത്തെ സ്നേഹത്തോടു കൂടി അള്ളാഹുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം? അല്ലാഹു അക്ബർ എന്ന് നമുക്ക് പറയാൻ പറ്റണം. അള്ളാഹു ആണ് ഏറ്റവും വലുത് എന്ന് പറയുന്നതോടുകൂടി നമ്മുടെ മനസ്സിൽ നമ്മൾ വലുതാണ് എന്ന് കരുതിയ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? ഇല്ലാതായി പോകേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും ഒലിച്ചു പോകണം. പിന്നെ നമുക്കുണ്ടാകേണ്ടത് എന്താ? അള്ളാഹു സ്വീകരിക്കുമെന്ന പ്രതീക്ഷ അതിലുണ്ടാകണം. നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു പേടി ഉണ്ടാകണം, ഇത് അള്ളാഹു സ്വീകരിക്കാതിരിക്കുമോ? എന്റെ നിസ്കാരത്തിൽ ചില കോട്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ, അള്ളാഹു സ്വീകരിക്കാതിരുന്നാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന ഒരു തോന്നൽ ഉണ്ടാകണം എന്നാണ്. ആ തോന്നലാണ് എന്ത് ചെയ്യാം? നമ്മെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കാന്നാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബേ, നീ എന്നിൽ നിന്ന് സ്വീകരിക്കണേ, നീയാണ് എല്ലാം കേൾക്കുന്നവരും എല്ലാം അറിയുന്നവരും നീയാണ്, നീ എന്നിൽ നിന്ന് സ്വീകരിക്കണം. ആ പ്രാർത്ഥന മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിക്കണമെങ്കിൽ ഒന്നാമതായി നമ്മുടെ ഇബാദത്തിന്റെ പോരായ്മ നമുക്ക് തിരിച്ചറിയണം. രണ്ടാമത്തേത്, നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത് എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകണം. അങ്ങനെ ഇബാദത്ത് ചെയ്യുമ്പോഴാണ് നമ്മളെ അള്ളാഹു എന്തിനു വേണ്ടിയിട്ടാണോ സൃഷ്ടിച്ചത്, ആ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്ത് ചെയ്യാ? പൂർത്തിയാകാന്ന്. ആ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുക. അതുകൊണ്ട് നമ്മെ അള്ളാഹു സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ മനുഷ്യന്മാരെയും അള്ളാഹു സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ചില ആളുകൾ ചോദിക്കാറുണ്ട്, അള്ളാഹു എല്ലാ ആളുകളെയും സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ, എന്നാലും ചില ആളുകൾ ഇബാദത്ത് ചെയ്യാതെ ജീവിക്കുന്നുണ്ടല്ലോ എന്നെന്ത് ചെയ്യാറുണ്ട്? ചില ആളുകൾ ചോദിക്കാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഞാൻ പുസ്തകം കൊണ്ടുവന്നു എന്തിനു വേണ്ടി? വായിക്കാൻ വേണ്ടി. അപ്പൊ വായിക്കാം, വായിക്കാതിരിക്കാം. അപ്പൊ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്താ? ഇബാദത്ത് നിർവഹിക്കുക എന്നുള്ളത്. ചില ആളുകൾ എന്ത് ചെയ്യും? ഇബാദത്തുകൾ നിർവഹിക്കും, ചില ആളുകൾ എന്ത് ചെയ്യൂല? ഇബാദത്തുകൾ നിർവഹിക്കൂല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ ആയത്തിന്റെ വിശദീകരണമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും വെറുതെ സൃഷ്ടിക്കൂല. അതിന്റെ പിന്നിലൊക്കെ കൃത്യമായ ലക്ഷ്യങ്ങൾ അള്ളാഹുവിനുണ്ട് എന്നാണ്. കൃത്യമായ ലക്ഷ്യം. ഒന്നാലോചിച്ച് നോക്കിയാൽ, ഒരു മനുഷ്യൻ വെറുതെ എന്തെങ്കിലും ചെയ്യോ? ഒരാൾ വെറുതെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്താ അവനെ കുറിച്ച് പറയാ? ഓനക്കെന്തോ കുഴപ്പമുണ്ടെന്നാ പറയാ. ഓന് വെറുതെ എന്ത് ചെയ്യാ? ഒരുപാട് സമയം എന്തെങ്കിലും തുന്നി ഇങ്ങനെ ഉണ്ടാക്കുകയാണ്, എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? അവൻ അഴിച്ചിടുന്നു. ഇങ്ങനെ വീണ്ടും വീണ്ടും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവനെ കുറിച്ച് എന്തെങ്കിലും തകരാറുണ്ടെന്നേ പറയുള്ളൂ. കാരണം ഒരു കാര്യം വെറുതെ എന്ത് ചെയ്യണം? ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഒരു മനുഷ്യൻ വെറുതെ ചെയ്യുകയില്ല എങ്കിൽ അള്ളാഹു അതിനേക്കാളും ഉന്നതനാണ്. അള്ളാഹു എല്ലാത്തിനേക്കാളും ഉന്നതനാണ്. അള്ളാഹുവിന് കൃത്യമായ ഹിക്മത്തുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹു ഒരിക്കലും ഒന്നും എന്ത് ചെയ്തിട്ടില്ല? വെറുതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു അഫലാ തദക്കറൂൻ. സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കാത്തവരും സമന്മാരാകുമോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഒരുപാട് ആയത്തുകളിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അള്ളാഹു അബസൻ, വെറുതെയാണ് നിങ്ങൾ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല, അള്ളാഹു കൃത്യമായി
കൃത്യമായ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മനുഷ്യന്മാരെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ലക്ഷ്യം നിർവഹിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ മേൽ ബാധ്യതയായിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ ആയത്ത്. ഇനി രണ്ടാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഇതാണ് രണ്ടാമത്തെ ആയത്ത്. ഒന്നാമത്തെ ആയത്ത് നമ്മൾ കാണാതെ പഠിക്കേണ്ടത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. രണ്ടാമത്തേത് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. വലഖദ് ബഅസ്നാ, വലഖദ്, ലഖദ് എന്നത് തീർച്ചയായും ഉറപ്പിക്കാൻ വേണ്ടി വരുന്ന പദമാണ്. തീർച്ചയായും, ഉറപ്പായും, ബഅസ്ന നാം നിയോഗിച്ചിട്ടുണ്ട്. ഫീ കുല്ലി ഉമ്മ, എല്ലാ ഉമ്മത്തിലും നാം അയച്ചിട്ടുണ്ട് റസൂലൻ, പ്രവാചകന്മാര്. എല്ലാ ഉമ്മത്തിലേക്കും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടെന്നാണ്. ഒരു ഉമ്മത്തും പ്രവാചകന്മാർ അയക്കപ്പെടാത്തതായിട്ടുണ്ടായിട്ടില്ല. എല്ലാ ഉമ്മത്തിലേക്കും താക്കീതുകാരെ അയച്ചിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത് എന്ന ആയത്താണ് നമ്മൾ പാരായണം ചെയ്തത്. എല്ലാ ഉമ്മത്തിലേക്കും റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. എന്താണ് റസൂലിനെ നിയോഗിക്കാനുള്ള അള്ളാഹുവിന്റെ ലക്ഷ്യം? എന്താ? അള്ളാഹു ഒരു കാര്യം വെറുതെ ചെയ്യൂല. പ്രവാചകന്മാരെ അയച്ചതിൽ എന്തുണ്ട്? കൃത്യമായ യുക്തി അള്ളാഹുവിനുണ്ട്. അതായത് മനുഷ്യന്മാർ എന്ത് പറയാൻ പാടില്ല? ഒഴിവ് കഴിവ് പറയാൻ പാടില്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല? പ്രവാചകന്മാർ വന്നിട്ടില്ല. ഞങ്ങൾക്ക് സത്യവും അസത്യവും വേർതിരിച്ച് തരാൻ ആരും വന്നിട്ടില്ലല്ലോ എന്നൊരു കാരണം എന്ത് ചെയ്യരുത്? ഒരാളും പറയരുത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? റസൂലുമാരാണ് എന്ത് ചെയ്യുക? സത്യവും അസത്യവും നമുക്ക് വേർതിരിച്ച് തരിക. അത് സ്വീകരിച്ചാലാണ് ജീവിതം കൃത്യമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ആ പ്രവാചകന്മാർ എങ്ങനെയാണോ നമുക്ക് വരച്ചു കാട്ടിയത്, ആ വരച്ചു കാട്ടിയ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, എല്ലാ ഉമ്മത്തിലേക്കും റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ലക്ഷ്യം ഇഖാമത്തുൽ ഹുജ്ജ, അള്ളാഹു തെളിവ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാളും എന്ത് ചെയ്യരുത്? അള്ളാഹുവിനെതിരെ സംസാരിക്കാൻ നാളെ മുന്നോട്ട് വരരുത്. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ കാരുണ്യാണ് എന്നാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അള്ളാഹുവിന്റെ അതീവ കാരുണ്യമാണ് നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവതരിപ്പിച്ചു എന്നത്. റുസൂലൻ മുബശ്ശിരീന വമുൻദിരീൻ, പ്രവാചകന്മാർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സന്തോഷ വാർത്ത അറിയിക്കും. വമുൻദിരീൻ, താക്കീതും എന്ത് ചെയ്യും? നിങ്ങൾക്ക് നൽകുന്നതാണ്. എന്തിനു വേണ്ടി? ലി അല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ ബഅദർ റുസുൽ. പ്രവാചകന്മാർ അയച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കാരണവും അവർ പറയാൻ പാടില്ല എന്നുള്ളതാണ്. മൂന്നാമത്തേത് അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗം ആരാ നമുക്ക് പറഞ്ഞു തരേണ്ടത്? ഈ പറഞ്ഞ അള്ളാഹു ആരെയാണോ നിയോഗിച്ചത് അവരാണ് പറഞ്ഞു തരേണ്ടത് എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചു, അള്ളാഹു വേദഗ്രന്ഥം ഇറക്കി. ഇതൊക്കെ ചെയ്തത് മനുഷ്യൻ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ അർത്ഥം എന്താ? ഈ പറഞ്ഞ പ്രവാചകന്മാരില്ല എങ്കിൽ, വേദഗ്രന്ഥം അവതരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ എന്ത് മനസ്സിലാക്കാൻ പറ്റൂല? സത്യം മനസ്സിലാക്കാൻ പറ്റൂല എന്നുള്ളതാണ്. ഈ പറഞ്ഞ ആയത്തുകളിൽ എന്തിനുള്ള തെളിവുണ്ട്? നമ്മുടെ ബുദ്ധി എന്തല്ല, നമ്മുടെ ബുദ്ധി പ്രമാണമല്ല എന്നതിന് തെളിവുണ്ട്. കാരണം ബുദ്ധി പ്രമാണമായിരുന്നെങ്കിൽ, ബുദ്ധി കൊണ്ട് നമുക്ക് നന്മയും തിന്മയൊക്കെ വേർതിരിച്ച് വളരെ കൃത്യമായി മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ പിന്നെന്തിന് പ്രവാചകന്മാരെ അയക്കണം? പിന്നെ പ്രവാചകന്മാരെ അയക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിന് വേദഗ്രന്ഥങ്ങൾ അള്ളാഹു ഇറക്കണം? അതിന്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് നമ്മൾ അഹ്ലുസുന്ന ബുദ്ധിയെ എങ്ങനെ കാണാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണോ അള്ളാഹുവും റസൂലും നന്മയായി പഠിപ്പിക്കുന്നത് അതിനെന്ത് ചെയ്യും? നമ്മൾ നന്മയായി കാണും. അതായത് ബുദ്ധിക്ക് അപ്രമാദിത്യം കൽപ്പിക്കൂല, ബുദ്ധിക്കൊരിക്കലും തെറ്റുപറ്റൂല. അതല്ലെങ്കിൽ ബുദ്ധിക്ക് പൂർണ്ണമായും ഒരു കാര്യം നന്മയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ വാദിക്കണില്ല. മറിച്ച് അള്ളാഹുവും റസൂലും പറഞ്ഞു, ആ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നല്ലതാണ്, ഇത് മോശമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ ചിന്തിച്ചുണ്ടാക്കി ഇന്നത് നല്ലതാണ് എന്ന് നമ്മുടെ നിഗമനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മനസ്സിലാക്കാൻ പറ്റൂല. ബുദ്ധിക്ക് അതിൻ്റെതായ സ്ഥാനമാണ് എന്ത് ചെയ്യുക, അഹ്ലുസുന്ന നൽകുക. എന്നാൽ അതേ സമയത്ത് ബുദ്ധിക്ക് നല്ലതും ചീത്തയും ഒരു നിലക്കും മനസ്സിലാക്കാൻ പറ്റൂല എന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പറയണില്ല, അതിര് കവിയുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, എല്ലാ ഉമ്മത്തിലേക്കും റസൂലിനെ അയച്ചു. എന്തിനു വേണ്ടിയിട്ടാ? ലക്ഷ്യം എന്തായിരുന്നു? അനിഅ്ബുദുല്ലാഹ്, അള്ളാഹനെ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആരാധിക്കാൻ പറ്റുള്ളൂ. എന്നിട്ടോ വജ്തനിബുത് താഗൂത്ത്, അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതിനൊക്കെ എന്ത് ചെയ്യണം, വെടിയണം എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ ആയത്തിൽ
മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായി പറഞ്ഞത് അള്ളാനെ മാത്രം ആരാധിക്കണം. അപ്പൊ അള്ളാനെ മാത്രം ആരാധിക്കണം എന്നതിന്റെ തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓതിക്കൊടുക്കാൻ പറ്റുന്ന ആയത്താണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, എല്ലാ പ്രവാചകന്മാരുടെ ദൗത്യവും എന്തായിരുന്നു? അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന കാര്യം വിശദീകരിച്ചു കൊടുക്കലാണ് എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യം എന്നാണ്. ഇവിടെ ഉപയോഗിച്ച പദം വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മ എന്നാണ്, ഉമ്മത്ത് എന്നാണ്. ഉമ്മത്ത് എന്നത് വിശുദ്ധ ഖുർആനിൽ പല അർത്ഥങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്, പല അർത്ഥങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചത് സമൂഹം എന്ന നിലക്കാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മ, എല്ലാ സമൂഹത്തിലേക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് എന്താ വിശേഷിപ്പിച്ചത്? ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ, ഇബ്രാഹിം എന്തായിരുന്നു? ഒരു ഉമ്മത്തായിരുന്നു എന്നാണ്. അതിന്റെ ഉദ്ദേശം ഇമാമായിരുന്നു എന്നാണ്. അപ്പൊ ഒന്നാമത്തെ ഉമ്മത്തിന്റെ ഉദ്ദേശം ഇമാമ് എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് മില്ലത്ത്, മതം എന്ന അർത്ഥത്തിൽ. ഇന്ന വജദ്ന ആബാഅന അലാ മില്ല, ഇന്ന വജദ്ന ആബാഅന അലാ ഉമ്മ. ഉമ്മത്ത് എന്നതിന്റെ രണ്ടാമത്തെ അർത്ഥം വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചത് മതം എന്ന അർത്ഥത്തിലാണ്. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു എന്നാണ്, നമ്മുടെ പിതാക്കൾ വേറൊരു മതത്തിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത് എന്ന് റസൂലിനോട് അവർ പറഞ്ഞിരുന്നു. മൂന്നാമത്തേത് അസ്സമൻ, കാലം എന്ന അർത്ഥത്തിൽ, കാലം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം പറയുന്നിടത്ത് അവർ ഓർത്തു എന്നാണ്. അവരോർത്തു എപ്പോൾ? ബഅദ ഉമ്മ, ഒരുപാട് നീണ്ട കാലത്തിന് ശേഷം. അപ്പൊ ഉമ്മത്ത് എന്നതിന്റെ മൂന്നാമത്തെ അർത്ഥം നീണ്ട കാലം. നാലാമത്തെ അർത്ഥം നമ്മൾ ഈ പറഞ്ഞ ആയത്തിൽ ഓതിയതുപോലെ സമൂഹം എന്ന അർത്ഥം. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അവിടെ ഉപയോഗിച്ച പദം വജ്തനിബുത് താഗൂത്ത് എന്നാണ്. നിങ്ങൾ താഗൂത്തുകളെ ഉപേക്ഷിക്കണം എന്നല്ല, ഉപേക്ഷിക്കണം എന്ന പദമല്ല ഉപയോഗിച്ചിട്ടുള്ളത്, മറിച്ച് വജ്തനിബു, നിങ്ങൾ അകറ്റണം എന്നാണ്. അതായത് നിങ്ങൾ ഒരറ്റത്തും അവർ മറ്റേ അറ്റത്തുമാകണം. അതുപോലെ എന്ത് ചെയ്യണം? നിങ്ങൾ താഗൂത്തുകളെ നിങ്ങൾ വെടിയേണ്ടതുണ്ട്. ഇനി എന്താണ് താഗൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് താഗൂത്ത്? താഗൂത്ത് എന്ന് പറഞ്ഞാൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, കുല്ലു മാ ഉബിദ മിൻ ദൂനില്ലാഹി വഹുവ റാദിൻ അൻഹു, കുല്ലു മാ ഉബിദ മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുകയും അതിൽ തൃപ്തി അടയുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ എന്താണ്? താഗൂത്താണ്. അള്ളാഹിന് പുറമെ ആരാധിക്കപ്പെടുന്നു, അതിലെന്ത് ചെയ്യുന്നു? തൃപ്തി അടയുന്നു. പ്രവാചകന്മാർ താഗൂത്തുകളാകോ? ഒരിക്കലുമില്ല. പ്രവാചകന്മാർ ആരാധിക്കപ്പെടുന്നുണ്ട്, പക്ഷെ അത് പ്രവാചകന്മാർ എന്ത് ചെയ്യുന്നില്ല? തൃപ്തിപ്പെടുന്നുണ്ടോ? ഇല്ല. സ്വാലിഹ്യങ്ങളായ ഒരുപാട് മനുഷ്യന്മാർ ആരാധിക്കപ്പെടുന്നുണ്ട്, അവരും എന്ത് ചെയ്യുന്നില്ല? അവരാരാധിക്കപ്പെടണം എന്ന യാതൊരു തൃപ്തിയും അവരുടെ മനസ്സിലില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്നുള്ള ചില ആളുകളോ, ചില മനുഷ്യന്മാർ അങ്ങനെ തൃപ്തിപ്പെടുന്ന ആളുകളുണ്ട്. സദസ്സിൽ വെച്ച് അവരെ കുറിച്ച് പറയും, വലിയ ആളാണ് ഇയാള്, അദ്ദേഹത്തെ കുറിച്ച് ഇല്ലാത്തതൊക്കെ എന്ത് ചെയ്യും? പറയും. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം കൈ പറയുന്ന ആളാണ്, അദ്ദേഹത്തിന് അദൃശ്യം അറിയാം, അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് പ്രാർത്ഥന ഉത്തരം കിട്ടും, ഇങ്ങനൊക്കെ പറയുന്നു. ഇദ്ദേഹം ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹവും എന്താണ്? താഗൂത്തിന്റെ ഗണത്തിലാണ് അദ്ദേഹവും ഉൾപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരാളെക്കുറിച്ച് അള്ളാഹുവിനോട് സമനാക്കുന്ന രൂപത്തിൽ, അള്ളാഹുവിനോട് തുല്യനാക്കുന്ന രൂപത്തിൽ വിശേഷിപ്പിച്ചിട്ടും അദ്ദേഹം അതിനെ എതിർക്കുന്നില്ല എങ്കിൽ അദ്ദേഹവും ഏതിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുക? താഗൂത്തിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുക എന്നാണ്. അത്തരത്തിലുള്ള ആളുകളെ അകറ്റണം, മാറ്റി നിർത്തണം എന്നാണ് പറയുന്നത്. വജ്തനിബു അത്താഗൂത്ത്, നിങ്ങൾ ഒരു വശത്തും ഈ പറയുന്ന താഗൂത്തുകൾ മറ്റൊരു വശത്തും ഉണ്ടാകണം എന്നാണ്. തൊഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിര് കടക്കുക എന്നാണ്. തൊഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ അതിര് കടക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? തൊഗ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നലമ്മ തൊഗൽ മാ, വെള്ളം എന്ത് ചെയ്തു? അതിന്റെ സ്ഥാനത്ത് നിന്ന് വിട്ടുകടന്നു എന്നാണ്. വെള്ളം അതിന്റെ സ്ഥാനത്ത് നിന്ന് വിട്ടുകടന്ന് എല്ലാ പ്രദേശത്തിലേക്കും എന്ത് ചെയ്തു? ആ വെള്ളം എത്തിപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. അപ്പൊ താഗൂത്തിന്റെ ഒന്നാമത്തെ രൂപമാണ് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ആരാധിക്കപ്പെടുന്ന ആളുകൾ തൃപ്തിപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ എന്താണ്? താഗൂത്തിന്റെ ഗണത്തിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക. ഇനിയോ മറ്റൊരു വിശദീകരണമായിട്ട് മനസ്സിലാക്കേണ്ടത്, വമൻ ദഅൻ നാസ ഇലാ ഇബാദത്തി നഫ്സിഹി, എന്നെ ആരാധിക്കണം എന്നൊരാൾ പറയാം. എന്നെ ആരാധിക്കണം എന്നൊരാൾ പറയാം. ഒരുപാട് സ്വാമിമാരില്ലേ? ഒരുപാട് സ്വാമിമാരുണ്ട്, ഒരുപാട് അച്ഛന്മാരുണ്ട്. എന്താ ചെയ്യാ? എന്നെ ആരാധിക്കണം, ഞാനാണ് ആരാധിക്കപ്പെടേണ്ടത് എന്ന് പറയുകയും അങ്ങനെ ഒരു ദൈവമായിട്ട് എന്ത് ചെയ്യും? അവരാളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അതൊരിക്കലും പാടില്ല എന്ന് മാത്രമല്ല, ആ പറഞ്ഞ ആളുകൾ താഗൂത്തുകളുമാണ്. ആ പറഞ്ഞ ആളുകൾ
താഗൂത്തുകളുമാണ്. അത്തരത്തിലുള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കരുതിയിരിക്കേണ്ടതുണ്ട് എന്നാണ്. സൂഫിയാക്കളെ സംബന്ധിച്ചിടത്തോളമാണ് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ കൂടുതൽ. സൂഫികൾ വിശ്വസിക്കുന്നത് പ്രവാചകന്മാരെക്കാളും ഉന്നതന്മാരാണ് ആര്? ഇവർ കാണുന്ന ചില ഔലിയാക്കളുണ്ട്, അവർ പ്രവാചകന്മാരെക്കാളും ഉത്തമരാണ് എന്നാണ് സൂഫികൾ വിശ്വസിക്കുക. സൂഫികളുടെ കൂട്ടത്തിലെ തന്നെ ഇസ്മായിലിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, അതേപോലെ തന്നെ റാഫിലിയാക്കൾ, ഇവരൊക്കെ വിശ്വസിച്ചു പോരുന്ന വിശ്വാസമാണെന്ത്? ഈ പറഞ്ഞ ചില ആളുകളുണ്ട്, അവരാണെന്ത്? പ്രവാചകന്മാരെക്കാളൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ആളുകൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അവരെ. അതേപോലെ തന്നെ ആരെങ്കിലും ഗൈബ് അറിയും, എനിക്ക് അദൃശ്യം അറിയും എന്ന് വാദിച്ചു കഴിഞ്ഞാലോ അവനും താഗൂത്താണ് എന്നാണ്. അവനും താഗൂത്താണ്. ഇന്ന് പല ഔലിയാക്കന്മാരുടെ വേഷവും കെട്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചില ആളുകൾ അങ്ങനെ അവതരിക്കപ്പെടാറുണ്ട്. അതൊന്നും എന്തല്ല, ഒരിക്കലും യഥാർത്ഥ വിലായത്തിന്റെ അടയാളമേ അല്ല എന്നാണ്. യഥാർത്ഥ വിലായത്തിന്റെ അടയാളം അള്ളാന്റെ വലിയാകാന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. കൃത്യമായ ഇബാദത്തുകളുടെ വിഷയത്തിൽ കണിശതയോടെ മുന്നോട്ട് പോകുന്നവനാണ് അള്ളാന്റെ യഥാർത്ഥ വലി എന്ന് പറഞ്ഞാൽ. എന്താണ് വലിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹ്ലുസുന്ന ഉത്തരം പറയാ മനിത്തഖല്ലാ, ആരാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അവനാണ് വലിയ എന്ന്. എന്നാൽ നമ്മുടെ നാട്ടിലെ വലിയോ ഓൻ നിസ്കരിക്കാൻ പാടില്ല, ഓൻ പള്ളിയുടെ വരാന്ത കാണാൻ പാടില്ല, നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക? ചിത്രീകരിക്കപ്പെടുക. അതായത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അയാൾ വലിയാണെന്നുള്ളത്. എന്തുകൊണ്ടാ? ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, നീണ്ട മുടിയുണ്ടാവും, വെട്ടാത്ത മുടിയുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യും? ആ രൂപത്തിലേക്ക് വലിയകള് നമ്മുടെ നാട്ടിൽ മാറിയിട്ടുണ്ട് എന്നാണ്. പള്ളിക്ക് വരൂല, വരാതെ എന്ത് ചെയ്യും? ഏതെങ്കിലും കടയുടെ വരാന്തയിൽ ഇരിക്കും. ചോദിച്ചു കഴിഞ്ഞാലോ അദ്ദേഹത്തോടൊന്നും ചോദിക്കാൻ പാടില്ല, അദ്ദേഹം മക്കത്ത് ഇപ്പൊ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാ പറയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് സുബ്ഹി നിസ്കാരത്തിൽ പള്ളിയിൽ ഇമാം നിൽക്കുമ്പോഴാണ്. എന്നാൽ ഇവരുടെ വലിയകൾ എവിടെയായിരിക്കും മരണപ്പെടുക? ഈ പറഞ്ഞ കോലത്തിലാണ് എന്ത് ചെയ്യാ? മരണപ്പെടുക എന്നാണ്. അപ്പൊ സഹാബാക്കളൊക്കെ പരിശോധിച്ച് നോക്കിക്കോ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ അതീവ കണിശതയുള്ള ആൾക്കാരാണ്. അപ്പൊ ഇബാദത്തുകൾ കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് യഥാർത്ഥ വലിയകൾ. അതല്ലാതെ ഈ പറയുന്ന കോലത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വലിയകളെ നമുക്ക് നിർവചിക്കാനോ അവരാണ് വലിയാണ് എന്ന് നമുക്ക് പറയാനും പാടില്ല. നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താ? ഇബാദത്തൊന്നും ചെയ്യാതെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് മുടക്കം വരുത്തുന്ന ആളുകളാണ് വലിയകൾ എന്ന് വരെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ പറയുന്നുണ്ട്. നോമ്പ് നോക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാ? നോമ്പ് മുറിപ്പിക്കുക, അദ്ദേഹത്തിന്റെ നോമ്പ് മുറിപ്പിച്ചു കൊടുക്കുക എന്നത് വലിയന്റെ അടയാളമായിട്ടൊക്കെ ഇവർ കാണുന്നുണ്ട് എന്നത് വളരെ അപകടമാണ്. സഹാബാക്കളെയും അതേപോലെ തന്നെ സാലിഹ്യങ്ങളായ മനുഷ്യന്മാരൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതാണ് ആ ആയത്തിന്റെ വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം എന്നാണ് കരുതുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചയും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.